ഹായ് പ്രിയരെ, എല്ലാവർക്കും സ്നേഹസ്ഥലം. നമ്മൾ ഇതിനു മുന്നേ കുറേ ആനകളുടെ വീഡിയോ, പൂരത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉത്സവ കാലങ്ങളൊക്കെയാണ്. അപ്പോൾ ആനകൾ ഉത്സവ പറമ്പിൽ വരും. അപ്പോൾ അത് കാണാൻ ആനക്കമ്പുള്ളവർ പോവും. അപ്പോൾ അവിടെ അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികളൊക്കെ കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യത്തിൽ വേണം അവിടെ നിൽക്കാനായിട്ട്. അല്ലാതെ നിങ്ങൾ അതിനിടയിലൊക്കെ പോയി നിന്ന് തിരക്കിലും പോയിട്ട് ചെറിയ മക്കൾക്കൊക്കെ അപകടം പറ്റാനുള്ള സാധ്യത ഉണ്ട്. ഉത്സവകാലങ്ങളിൽ ഒരു വർഷം ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നവരെണ്ണം കുറവൊന്നുമില്ല. ഈ വർഷവും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുടെ തലകെട്ട്, ഇത്രയൊക്കെ ആയിട്ടും ആനക്കമ്പക്കാരുടെ ആനപ്രേമം തീർന്നില്ലേ, ഇനി ഇത് എങ്ങോട്ടാണ്? അതിനോട് ഞാൻ യോജിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ്? പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇനി ഉത്സവത്തിന് ആന വേണ്ട എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോബോട്ട് ആന, റെഡിമെയ്ഡ് ആന വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ജീവിയോട് കാണിക്കുന്ന ഈ ക്രൂരത, മൃഗസ്നേഹികൾ ഇടപെടണം എത്രയും പെട്ടെന്ന്. ഇത് അമ്പലത്തിൽ നിന്നും പള്ളികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തൊക്കെ ഈ ആന എഴുന്നള്ളിപ്പ് നിർത്തുക. കാരണം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇതിന് വെള്ളവുമില്ല, ഭക്ഷണവുമില്ല, ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കാലും പൊള്ളുന്നു, മേലെന്ന് സൂര്യപ്രകാശം അടിച്ചിട്ട് ചൂട് തട്ടിയിട്ട് അതിൻ്റെ തൊലിയും പൊള്ളുന്നു. നിവൃത്തിയില്ലാതെയാണ് ഈ ആന ഇടയുന്നത്. അതിന് നിവൃത്തിയില്ല. രണ്ട് കാലും, മുൻകാലും പിൻകാലും കൂട്ടിക്കെട്ടി നടക്കാൻ വേണ്ടി പറയുമ്പോൾ അതിന് പറ്റുന്നില്ല. അതിന് ഉപദ്രവിക്കുക, തോട്ടി വെച്ച് വലിക്കുക, കുത്തുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നിവൃത്തിയില്ലാണ്ടാണ് ഈ ആന ഇടയുന്നത്. അതിൻ്റെ അപകടം ചെറുതൊന്നല്ല, അത് മനസ്സിലാക്കുക. എന്തിനാണ് ഒരു ജീവനെ ഇത്ര ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ട് അതുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നത്? അത് വളരെ മോശമാണ്, വളരെ തെറ്റാണ്. അപ്പോൾ അത് മൃഗസ്നേഹികളുടെ ശ്രദ്ധയിൽ പെടുക, ഇതിനെതിരായിട്ട് പോരാടുക, അപകടം നാട്ടിൽ നിന്ന് ഒഴിവാക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു ഉത്സവകാലം തീരുമ്പോഴേക്കും നേർച്ചകളിലും ഉത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഒക്കെ ആനകൾ ഇടയുകയും അതുമായി ബന്ധപ്പെട്ട് പലരും മരിക്കുകയും ചെയ്യുന്നത് കുറവല്ല. പള്ളിപ്പെരുന്നാളിൽ കൂടുതലായിട്ട് ആനകളെ കണ്ടിട്ടില്ല. മുസ്ലിങ്ങളുടെ ഈ ഉറൂസ് പോലുള്ള സംഭവങ്ങളിലും അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലുമാണ് ഇതിനെ കാണുന്നത്. കൂടുതലായിട്ട് എഴുന്നള്ളിപ്പും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്സവത്തിന് പോകുന്നവർ ശ്രദ്ധിക്കുക, അപകടത്തിൽ നിന്നൊക്കെ പിന്മാറുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഹായ്.